ഇന്നത്തെ ദിവസത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു ജിമ്മ് കണ്ടുപിടിക്കലാണ്. ഒരു 6 മാസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും പോയിട്ട് ഒന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്ന്. പക്ഷേ ഈ പ്ലാനിങ് ഇങ്ങനെ നടക്കണമെന്നല്ലാണ്ട് അത് നടപ്പിലാക്കല് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ മുന്നേ തന്നെ ചന്ദ്രപ്പിയോട് പറഞ്ഞായിരുന്നു, ഈ ആഴ്ച നമുക്ക് പോയിട്ട് ഈ ഒരു ജിം ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കുറച്ച് ജിമ്മുകളുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ജിമ്മ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജിമ്മിൽ പോയിട്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് ജിമ്മുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് അതിനുശേഷം ഡിസൈഡ് ചെയ്യാനാണ് പരിപാടി. കുട്ടി എപ്പോൾ ഇഡ്ഡലി കിട്ടിയാലും 1 മണിക്കൂർ എടുക്കുക കേട്ടോ. ചൂടെന്നും പറഞ്ഞിട്ട് ഞെക്കി ഞെക്കി ഞെക്കി. പക്ഷെ ഒരു ഇഷ്ടമായി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിച്ചോളും അല്ലേ കേട്ടോ? നമ്മൾ ആക്ച്വലി ഇപ്പോൾ ജിമ്മ് അന്വേഷിക്കാൻ പോവാണ്. കുറേ നാളായിട്ട് നമ്മൾ ജിമ്മിലൊന്നും പോകണില്ല കേട്ടോ. വീട്ടിൽ തന്നെ ചന്ദ്രബി മാത്രമാണ് വർക്കൗട്ട് ചെയ്യണേ. ഞാൻ ഒരു വർക്കൗട്ടും ചെയ്യണില്ല, ഓൺലി ഈറ്റിങ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒന്ന് ജിമ്മിലൊക്കെ പോയിട്ട്, ഇപ്പോൾ വിൻ്റർ ആയാലും ഭയങ്കര ബുദ്ധിമുട്ട് വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാമെന്ന്. അപ്പോൾ നമ്മൾ 2 ജിമ്മിൽ പോകുന്നുണ്ട്. ഒന്ന് അന്വേഷിക്കാനായിട്ട് എത്ര പ്രൈസൊക്കെ ആവും മന്ത്ലി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയാലോ? കൊടുക്കത്ത് തണുപ്പുണ്ട്, പുറത്തിറങ്ങിയിട്ട് കൂടുതൽ തണുപ്പ് തോന്നുന്നത്. ഈ ചെടിയൊക്കെ എത്ര ഭംഗിയായിട്ടല്ലേ പൂത്തണുണ്ടോ? നമ്മളപ്പോൾ ആദ്യത്തെ ജിമ്മിലേക്കാണ് പോയിക്കൊണ്ട്. നമ്മൾ ഏത് ജിമ്മിലാണ് പോകണപ്പോൾ? വെർജിൻ ആക്റ്റീവ് എന്ന് പറഞ്ഞ ജിമ്മുണ്ട് ഇവിടെ. ഈ വെർജിൻ ആക്റ്റീവ് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ ജിമ്മാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ആട്ടോ ഈ ഒരു ജിമ്മിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു നോക്കാം നമുക്ക് ഒരു എത്രയാ ഇതിൻ്റെ എക്സ്പെൻസ് ഒക്കെ എത്ര ആവുന്നുള്ളത്. അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട തീരുമാനിക്കാം. വേറൊരു ജിമ്മ് കൂടി നമ്മൾ പോകുന്നുണ്ട്. ഇത് കണ്ട് അന്വേഷിച്ചിട്ട് വേണം അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കാനായിട്ട്, അല്ലേ ചന്ദ്രപ്പി? ഇവിടുത്തെ മരങ്ങൾ കണ്ടോ? ഇവിടുത്തെ സ്ട്രീറ്റും ഇപ്പം ഈ വീടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. നോക്കി 2 സൈഡിലായിട്ട് മരം നിന്നിട്ടുള്ള റോഡില്ലേ, നല്ല രസമാണ്. ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ടാണ് എന്താ പറയാ ഇത്രയും കുറെ സ്ഥലമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇന്റീരിയർ അല്ലേ ഈ സാധനം? ഇതാ നല്ലത്, യൂട്ടേൺ വേണ്ട. ഇതാണ് നമ്മളുടെ ജിമ്മ്. ജിമ്മിന്റെ ബിൽഡിംഗ് തന്നെ ഭയങ്കര വലുതാണ്ടാ. നിങ്ങള് എന്താ ഒരു വലിപ്പം എന്നുള്ളത്? ഇവിടുത്തെ ജിമ്മുകളൊക്കെ ഭീകര പൊളിയാണ്, പക്ഷെ കാശ് അതിനനുസരിച്ച് പൊളിയാണ്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ ഇത്രയധികം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാ നിങ്ങള്. ഇതെല്ലാം ഈ ജിമ്മിലേക്ക് വന്ന ആൾക്കാരാ. എൻ്റെ അമ്മ, എന്താണത്? നമ്മളെ തൃശ്ശൂർ പൂരത്തിന് പൂരപ്പുറമേൽ പാർക്ക് ചെയ്ത വണ്ടി പോലെ ഉണ്ടല്ലോ. അതും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ ചന്ദ്രപ്പി ശനിയാഴ്ച? നമ്മളിപ്പോൾ വെർജിൻ ആക്റ്റീവ് എന്ന് പറഞ്ഞ ജിമ്മിൽ പോയി അതിൻ്റെ ഉള്ളൊക്കെ കണ്ടുട്ടോ. ഉള്ളൊക്കെ നല്ല അടിപൊളിയാണ് അല്ലേ, നന്നായിട്ടുണ്ട്. അവർ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു ടൂർ എടുത്തു. ആ ടൂർ എടുത്തതിന് ശേഷം അവരുടെ പ്രൈസുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇവിടെ ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എയ്ഡ് അങ്ങനത്തെ പരിപാടി, ഹെൽത്ത് ഇൻഷുറൻസ് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാശാവും. അപ്പോൾ ഈ ഇൻഷുറൻസ് മെഡിക്കൽ എയ്ഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ഓരോ ആൾക്ക് ഏകദേശം എത്രയോ
1280. അതായത് 1260. 1260 rand. 1200 1200 റാൻഡ് ആവും ഒരാൾക്ക് ഈ മെഡിക്കൽ എയ്ഡുകളൊന്നും. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ജിമ്മിൽ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1200 റാൻഡ്, അതായത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4000 സംതിങ് 6000 രൂപയാവും നമുക്ക് ഒരാൾക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രൈസ് എന്തായാലും അറിഞ്ഞു. നമുക്ക് ആക്ച്വലി മെഡിക്കൽ എയ്ഡ് ഉണ്ട്. മെഡിക്കൽ എയ്ഡ് ഉണ്ടാവും, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പോൾ പ്ലാനറ്റ് ഫിറ്റ്നസ് പറഞ്ഞ വേറെ ഒരു ജിം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഇവിടെ നമ്മൾ എന്തായാലും കണ്ടല്ലോ, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാ കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ ആണ് ഈ 2 ജിമ്മിലേക്കുള്ളത്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമല്ലേ, നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കാശ് ഇവിടെ എത്രയാ അവിടെ എത്രയാ നോക്കിയിട്ട് അത് കമ്പയർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാം. അതെ. മാത്രമല്ല ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ജക്കൂസിയും സ്റ്റീം റൂം ഒക്കെ ഉണ്ടല്ലോ, അത് ആണും പെണ്ണും കൂടിയ യൂണിസെക്സ് ആണ്. അത് ഇത്തിരി ഒന്ന്, കാരണം അതിൽ ആണുങ്ങൾ മാത്രം ഞാൻ കണ്ടുള്ളൂ. കണ്ടപ്പിക്ക് മെയിനായിട്ട് വേണ്ടത് സ്വിമ്മിങ് പഠിക്കലാണ്. ജിമ്മിൽ പോയിട്ട് സ്വിമ്മിങ് അറിയില്ല നമുക്ക് രണ്ടാൾക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ പോയാൽ നന്നായി വെള്ളം കുടിക്കേണ്ടി വരും എന്തായാലും. അതാണ് എനിക്കൊരു ഇച്ചിരി പേടി. ഞാൻ ആക്ച്വലി കേട്ടപ്പോൾ ഞെട്ടിപ്പോയായിരുന്നു. കാരണം ഒരാൾക്ക് 6000 രൂപ കൊടുക്കണം ഒരു ജിമ്മിൽ പോകാനായിട്ട്. നമ്മുടെ നാട്ടിൽ എത്ര കാശാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊക്കെ എത്ര കാശാണ്? ഞാൻ ലാസ്റ്റ് നമ്മൾ പോയപ്പോൾ 800 rand ആയിരുന്നു ഫുൾ മെമ്പർഷിപ്പ്, 200 rand പെർ ഹെഡ് ആയിരുന്നു. അപ്പം ഇത് എന്താ പറയുക, നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മളൊരു ജിമ്മിൽ പോയിട്ട് നമ്മൾ ഫിറ്റ് ആവണമെന്ന് വെച്ചാൽ, ജിമ്മിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം കാശ് കൊടുക്കണമെന്ന് അതൊരു പാട് തന്നെയാണ്. പക്ഷേ ഇത് എന്താ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ 6000 രൂപ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിക്കൽ എയ്ഡ് ഉണ്ട്, ഇഷ്ടംപോലെ മെഡിക്കൽ എയ്ഡ്സ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റേറ്റ് കുറയും. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തുടർന്ന് പറയാട്ടെ വീഡിയോയിൽ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു ജിമ്മിലാണ് പോണത്, അതാണ് പ്ലാനറ്റ് ഫിറ്റ്നസ്. അവിടെ പോയിട്ട് അവരുടെ ജിം എങ്ങനെയുണ്ടെന്ന് ഇതുവരെ കണ്ടിട്ടില്ല, നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് കണ്ടോ, റോഡില് ഇങ്ങനെ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ട് ഇവിടെ ആൾക്കാർ വെറുതെ വന്ന് ഇങ്ങനെ പിച്ചെടുക്കുക അല്ലെങ്കിൽ കാശ് വയ്ക്കലും വളരെ കുറവാട്ടോ. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഡാൻസോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ട മെറ്റാലിക് പെയിന്റ് അടിച്ചിട്ട് ഇവരിങ്ങനെ നിൽക്കും മണിക്കൂറുകളോളം. അപ്പോൾ ഈ കാറുകാർ എന്തെങ്കിലും കൊടുക്കൂന്നുള്ളതാണ് ഇവരുടെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഓക്യുപ്പേഷനോ. അങ്ങനെ അയാളെ തട്ടിട്ടില്ലേ ഭാഗ്യം. അങ്ങനെ നമ്മൾ ഈ ഒരു ജിമ്മിലാട്ടോ, പ്ലാനറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ജിമ്മാണ്. ഇതാണ് ഇതിന്റെ കോംപ്ലക്സ്. കണ്ടു കഴിഞ്ഞാൽ വല്ല ഓഫീസിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ഓഫീസ് പാർക്ക് പോലെയാണ്. നമുക്ക് ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് കണ്ട, ഇത് അപ്പാർട്ട്മെന്റ് അല്ലേ? അതെ. ഇത് പക്ഷെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര പൊക്കത്തിലുള്ള അപ്പാർട്ട്മെന്റ് അല്ല, 4 നിലയുള്ള ആക്കാൻ. ഇതിന്റെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണല്ലോ. നമ്മളങ്ങനെ പ്ലാനറ്റ് ഫിറ്റ്നസിന്റെ അവിടെ എത്തിയിരിക്കട്ടെ. ഇത് ആക്ച്വലി ഒരു മോള് പോലത്തെ ആയിട്ട് എനിക്ക് തോന്നിയത്, മോളിന്റെ പാർക്കിംഗ് പോലെ. അതാണ്. അപ്പൊ നമുക്ക് ഈ ലെവലിലാണ് ഇവരുടെ പ്ലാനറ്റ് ഫിറ്റ്നസ്. Yeah, this we are in -4. Oh, -3. -3.
അപ്പൊ നമ്മൾ പ്ലാനറ്റ് ഫിറ്റ്നസ് കണ്ടു. അപ്പൊ പ്ലാനറ്റ് ഫിറ്റ്നസ്സില് നമുക്ക് ഒരാൾക്ക് 1100 റാൻഡ്, 1100 റാൻഡ്, അതായത് ഏകദേശം ഒരു 5000 രൂപയാണ് വരിക. പക്ഷെ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പൊ നമ്മളുള്ളത് ഡിസ്കവറി ആയതുകൊണ്ട് അവരുടെ ഒരു വൈറ്റാലിറ്റി പ്ലാൻ അല്ലെ, വൈറ്റാലിറ്റി പ്ലാൻ നമ്മൾ എടുത്തോണ്ടും നമുക്ക് ഈ പ്ലാനറ്റ് ഫിറ്റ്നസ്സിൽ വരുന്നത് 280 അല്ലേ. അപ്പോ ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ട് ഇപ്പൊ ഡിസ്കവറി എന്ന് പറഞ്ഞ ഇൻഷുറൻസും അതിൽ വൈറ്റാലിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാമും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ 6000 രൂപ മറ്റേ ജിമ്മിലും പിന്നെ ഈ പ്ലാനറ്റ് ഫിറ്റ്നസ്സിലാണെങ്കിൽ 5000 രൂപ പെർ പേഴ്സൺ ഒരു ഇൻഷുറൻസും ഇല്ലാണ്ട് അത് നമുക്ക് ഏകദേശം 1500 രൂപയാവും. നമുക്ക് 1500 റുപ്പീസ് ആവും നമുക്ക് ഏത് വെർജിൻ ആക്റ്റീവില്. എന്നാൽ നമുക്ക് ഇവിടെ 1200 അല്ലേ, 1200 പെർ പേഴ്സൺ ആവുക. പക്ഷെ ഈ പ്ലാനറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സംഭവത്തില് കുട്ടികൾക്ക് ഫ്രീ ആ, 18 വയസ്സ് വരെ കുട്ടികൾക്ക് ഫ്രീ ആണ്. നമ്മൾ 2 പേരുടെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ വെർജിൻ ആക്റ്റീവിലാണെങ്കിൽ അങ്ങനെയല്ല, ഒരു 600 സംതിങ് രൂപ നമ്മള് ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് പക്ഷെ ഒരു ബിഗ് ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ജിമ്മിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂളില്ല എന്നുള്ളതാണ്. സ്വിമ്മിംഗ് പൂൾ ഇല്ല. മറ്റോടത്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഹീറ്റഡ് ആയിട്ടുള്ള ചൂടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇപ്പൊ വിന്റർ ആണല്ലോ, അപ്പൊ അതല്ലാണ്ടല്ലോ ചന്ദ്രപ്പി. നമ്മളത് കാരണം അയ്യോ പൂളില്ലല്ലോ, അത് ഭയങ്കര. പിന്നെ ഇവിടെ ഈ പെണ്ണുങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ തന്നെ സോണിയും സ്റ്റീം റൂമും ഒക്കെ ഉണ്ട്. മറ്റോടത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് യൂണിസെക്സ് ആയിട്ടുള്ളതാണ്. അപ്പൊ എന്താ നമ്മൾ ഫുൾ കൺഫ്യൂഷനിലായി. കാരണം നമുക്ക് ആ കൂടി വരെ ഒരു 300 രൂപയുടെ വ്യത്യാസമാണ് ഈ 2 ജിമ്മും തമ്മിൽ അല്ലെ. 300 ഒരാൾക്ക് 1000 രൂപ 2 പേരുടെയും കൂടിയിട്ട്. ഇപ്പൊ പ്ലാനറ്റ് ഫിറ്റ്നസ് ആണെങ്കിൽ 1000 രൂപ കുറവാണ്, 1000 റുപ്പീസ് കുറവാണ് നമുക്ക്. പക്ഷെ ഇവിടെ പൂളില്ല. ബാക്കിയൊക്കെ ഇവിടെ അത്ര തിരക്കില്ല ഈ ജിമ്മില്. ബാറ്റോടെ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ചെയ്തെടുക്കണത്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കും. പിന്നെ പ്ലാനറ്റ് ഫിറ്റ്നസ്സിൽ വലിയ അഡ്വാൻറ്റേജ് പറയണം എനിക്ക്. ഇൻ എ വീക്ക് 3 വിസിറ്റ്സ് നമ്മൾ ചെയ്താൽ നമുക്ക് ഫുള്ളായിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. എന്നുവെച്ചാൽ സീറോ പേ പെർ മന്ത്. കറക്റ്റ്. കാരണം പ്ലാനറ്റ് ഫിറ്റ്നസ്സില് എല്ലാ ആഴ്ചയും 3 വട്ടം നമ്മൾ ജിമ്മിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിസ്കവറി വൈറ്റാലിറ്റി വെച്ചിട്ട് ഫുൾ കാശ് നമ്മൾ മെമ്പർഷിപ്പിന് പേ ചെയ്യണ 1300 രൂപയും നമുക്ക് ഫുൾ ആയിട്ട് പെർ പേഴ്സൺ ക്യാഷ് ബാക്ക് വരും. പക്ഷെ 3 വട്ടം നമ്മൾ ജിമ്മിൽ പോകണം. അത് ഡിസ്കവറി ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം. അപ്പൊ ചന്ദ്രപ്പി ഫുൾ കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ എന്തായാലും ജിമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 3 വട്ടം എന്തായാലും നമ്മൾ ജിമ്മിൽ പോയിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഷുവർ, 100% ആണ്. ഞാൻ പോയില്ലെങ്കിലും ചന്ദ്രപ്പി പോയിട്ടുണ്ടോ. അപ്പൊ ഡിസ്കൗണ്ട് മാത്രം കിട്ടും. ഞാനും അങ്ങനെ നിസാരമായിട്ട് നമുക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ചന്ദ്രപ്പി അറിയില്ല, അത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ അതിൽ രസമായിട്ടുള്ള ഒരു സംഭവം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ടുട്ടിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് അതിന് മുന്നേ നമുക്ക് ഫുഡും കഴിക്കണം. ഓൾറെഡി ലേറ്റ് ആയി. അപ്പൊ നമ്മൾ ഇവിടെ പോണ വഴിയിലുള്ള ഒരു മോളുണ്ട്, റോസ് ബാങ്കിലെ സോൺ മോള്. അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കണ കേട്ടോ. മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. ഇതിന്റെ ഉള്ളിൽ കയറിയാലുണ്ടല്ലോ ഇത് ഇൻഫിനിറ്റ് പോലെ